അവരെല്ലാ പാട്ടുകളും ആസ്വദിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ ഒരു ക്ഷേത്രത്തിനകത്ത് മറ്റൊരു ഭക്തിഗാനം, അതേപോലെ തന്നെ പള്ളിയിൽ ഹിന്ദു ഭക്തിഗാനവും വേണ്ട. അതിനൊക്കെ കുറിക്കുന്നത് കുറിക്കല്യാണത്തിന് ഇന്നത് എന്നുണ്ട്. മേശ വലിച്ചിട്ടിട്ട് ഉത്സവ സമയത്ത് അവിടെ നിന്നുകൊണ്ട് സുവിശേഷം നടത്തിയിരുന്ന കാലമുണ്ട്. പാപികളേന്ന് നീട്ടി വിളിച്ച്, ഈ പാപികളേന്ന് വിളിച്ചത് സംഘികളെയല്ല, ഹിന്ദുക്കളെയാണ് വിളിച്ചത് പാപികളെയെന്ന്. നരകത്തിൽ പോകുമെന്ന് പറഞ്ഞത് സംഘികൾ പോകുമെന്നല്ല പറഞ്ഞത്, ഹിന്ദുക്കൾ. അപ്പോൾ ഇതൊക്കെ ഒരു കാലത്ത് ക്ഷേത്രം ശ്രദ്ധിക്കാൻ ആളില്ലാത്ത കാലത്ത് നടന്നിട്ടുണ്ട്. എനിക്ക് ക്രിസ്തീയ ഭക്തിഗാനമൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല ട്യൂണിൽ പാടുന്ന എല്ലാ ക്രിസ്തീയ ഭക്തിഗാനും എനിക്കിഷ്ടമായി, മാപ്പിളപ്പാട്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ അത് ക്ഷേത്രത്തിലല്ല, അത് പൊതുസ്ഥലത്താവട്ടെ, അവരുടെ വേദികളിലാകട്ടെ, അവർ കാസറ്റാക്കിയിട്ട് നമ്മളൊക്കെ കേൾക്കാം. ഒന്നിനോട് ഒരു തരത്തിലുള്ള അലർജി ഇല്ല. അമ്പലങ്ങളിലൊരു പരമപവിത്രമതാമി മണ്ണെന്ന് രാഷ്ട്രത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം പാടിയ അപ്പം പോയില്ലേ ഇവരുടെയൊക്കെ സഹിഷ്ണുത? അതോടുകൂടി കഴിഞ്ഞില്ലേ? നമസ്കാരം. ക്രിസ്തീയ ഭക്തിഗാനം ക്ഷേത്രത്തിൽ ആലപിച്ചതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ കേരളത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി KP ശശികല ഇക്കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിലടക്കം പ്രതികരണം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. എന്തായാലും KP ശശികല ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുവാനുള്ള കാരണം എന്താണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ശശികല ടീച്ചർ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ടീച്ചർ ഒരു കുറിപ്പ് ഇപ്പോൾ ഏറെ ചർച്ചയാവുകയാണ്, ഈ നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ടുള്ളത്. അടുക്കളക്കാരിയല്ലേ ഞങ്ങളൊക്കെ ഒന്നല്ലേ, ഞങ്ങൾ അടുക്കളക്കാരില്ലേ? ഞങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും സാധാരണ കുട്ടികളുടെ ചില ശരികേടുകൾ പറ്റിയാൽ അല്ലേ, അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് പറയണമല്ലോ. അത് അമ്മമാരുടെ ഒരു പങ്കാണ്, കടമയാണ്. അങ്ങനെ വേണ്ടിയിരുന്നില്ല. അവരെല്ലാ പാട്ടുകളും ആസ്വദിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ ഒരു ക്ഷേത്രത്തിനകത്ത് മറ്റൊരു ഭക്തിഗാനം, അതേപോലെ തന്നെ പള്ളിയിൽ ഹിന്ദു ഭക്തിഗാനവും വേണ്ട. അതിനൊക്കെ കുറിക്കുന്നത് കുറിക്കല്യാണത്തിന് ഇന്നത് എന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത്തരം ഒരുപാട് നമ്മൾ പഴയ പല ബുദ്ധിമുട്ടുകളും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കാരണം ഈ ക്ഷേത്രങ്ങളൊന്നും ഇത്തരം സജീവവും സക്രിയവും അല്ലാത്ത കാലത്ത് ക്ഷേത്രങ്ങളിൽ മേശ വലിച്ചിട്ടിട്ട് ഉത്സവ സമയത്ത് അവിടെ നിന്നുകൊണ്ട് സുവിശേഷം നടത്തിയിരുന്ന കാലമുണ്ട്. പാപികളേന്ന് നീട്ടി വിളിച്ച്, ഈ പാപികളേന്ന് വിളിച്ചത് സംഘികളെയല്ല, ഹിന്ദുക്കളെയാണ് വിളിച്ചത് പാപികളെയെന്ന്. നരകത്തിൽ പോകുമെന്ന് പറഞ്ഞത് സംഘികൾ പോകുമെന്നല്ല പറഞ്ഞത്, ഹിന്ദുക്കൾ. അപ്പോൾ ഇതൊക്കെ ഒരു കാലത്ത് ക്ഷേത്രം ശ്രദ്ധിക്കാൻ ആളില്ലാത്ത കാലത്ത് നടന്നിട്ടുണ്ട്. ഭഗവാൻ കാലുമാറുന്നു, അല്ലെങ്കിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ഇതുപോലുള്ള നാടകങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചാണ് ഇന്ന് ക്ഷേത്രകലകളിലേക്കും ക്ഷേത്രഭജനയിലേക്കും ഒക്കെ നമ്മൾ ആ ക്ഷേത്രത്തെ തിരിച്ചെത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടിയിരുന്നില്ല. അത് ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ പാട്ട് ആസ്വദിക്കുന്ന ഞങ്ങൾക്ക് അത് വേണ്ടിയിരുന്നില്ല. കാരണം അത് അവർ പാടണം. എനിക്ക് ക്രിസ്തീയ ഭക്തിഗാനമൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല ട്യൂണിൽ പാടുന്ന എല്ലാ ക്രിസ്തീയ ഭക്തിഗാനും എനിക്കിഷ്ടമായി, മാപ്പിളപ്പാട്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ അത് ക്ഷേത്രത്തിലല്ല, അത് പൊതുസ്ഥലത്താവട്ടെ, അവരുടെ വേദികളിലാകട്ടെ, അവർ കാസറ്റാക്കിയിട്ട് നമ്മളൊക്കെ കേൾക്കാം. ഒന്നിനോട് ഒരു തരത്തിലുള്ള അലർജി ഇല്ല. പക്ഷേ കുറിക്കുന്നത് കുറിക്കല്യാണത്തിന് ഇന്നത് എന്നുണ്ട്. അമ്പലത്തിനകത്ത് വരുന്നവരിൽ കൂടുതൽ പേര് മദ്യം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ ഗാനമേളയ്ക്ക് വന്നവരിൽ അല്ലെങ്കിൽ ഭജന കാണാൻ വന്നവരിൽ ധാരാളം ആളുകൾ മദ്യം കഴിക്കുന്നവരാണ്. അവർ പിന്നെ സംഭാവന കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങ് പൂസായി കുടിച്ചങ്ങ് പാലായി എന്നുള്ള പാട്ട് അമ്പലത്തിൽ പാടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ വരുന്ന മദ്യപാനികളായിരിക്കാം. പക്ഷെ അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് നാളെ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരമ്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉപദേശം അത്രയും എടുത്താൽ മതി. അത് വൈരാഗ്യമോ വെറുപ്പോ നശിപ്പിക്കാനോ തകർക്കാനോ ഉള്ള ശ്രമമോ ഒന്നുമല്ല. അവർ കൂടുതൽ ശക്തമായി കൂടുതൽ ക്ഷേത്രങ്ങളിൽ ഈ ഭക്തിയുടെ ഒരു ആരവം ഉണ്ടാക്കിക്കൊണ്ട് അവർ വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് നിരവധി പേർ നടന്നാലും അത് പൊതുവെ ഈ മതേതര പട്ടം കിട്ടാൻ കൊതിച്ച് നടക്കില്ലേ ഹിന്ദു. കാരണം ഞങ്ങളൊക്കെ നിൽക്കുന്നത് അത്ര സുഖമുള്ള പാതയല്ല. ഞങ്ങളെയൊക്കെ ചവിട്ടി മെതിക്കാനോ അപമാനിക്കാനോ. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഞങ്ങൾ ആ മതേതര പട്ടത്തിന് വേണ്ടി പരിശ്രമിക്കുന്നില്ല. നേരെ മറിച്ച് മതേതര പട്ടം കിട്ടുന്നവർക്ക് ഒരുപാട് സുഖമുണ്ട്. അവരെ അങ്ങ് വാഴ്ത്തി പാടാനും, അവരുടെ ഉള്ളിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അവരെ അങ്ങ് വാഴ്ത്തി പാടാനും കൊണ്ട് നടക്കാനും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് പൂവിരിച്ച പാതയാണ്. അതുകൊണ്ട് പലരും മത്സരിക്കുന്നത് ഈ മതേതര പട്ടം കിട്ടാനാണ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, അമ്പലങ്ങളിലൊരു പരമപവിത്രമതാമി മണ്ണെന്ന് രാഷ്ട്രത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം പാടിയ അപ്പം പോയില്ലേ ഇവരുടെയൊക്കെ സഹിഷ്ണുത? അതോടുകൂടി കഴിഞ്ഞില്ലേ? അമ്പലത്തിൽ രാഷ്ട്രത്തിന് വേണ്ടി പൂജ നടക്കുന്നുണ്ട്. രാഷ്ട്രത്തിനും ഭരണാധികാരിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അമ്പലങ്ങളിലെ സന്ധിക്ക് നടത്തുന്ന ദീപാരാധന. ഇപ്പോൾ രാഷ്ട്രം ഒരു വിഷയമാണ് ക്ഷേത്രത്തിൽ. ആ രാഷ്ട്രത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പരമപവിത്രമതാമിയും മണ്ണിൽ നിന്ന് കേട്ടാൽ അപ്പം അവിടെ അടിയുണ്ടാക്കില്ല. അവരാ പറയണത് സഹിഷ്ണുത വേണം, മനുഷ്യത്വം വേണം, എല്ലാ പാട്ടും പാടട്ടെ. ഇതൊന്നും അവനാനുബാധകല്ല. ഇത് കേട്ടാൽ തീരണത് എളുപ്പം അമ്പലത്തിൽ ഒരു ഗണഗീതം ചൊല്ലിയാൽ അതോടുകൂടി ഇവരുടെയൊക്കെ സഹിഷ്ണുത പോയി. അപ്പോൾ ഏതാണെങ്കിലും ബലികുടീരങ്ങളെയും വേണ്ട, ക്ഷേത്രത്തിൽ ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നടക്കട്ടെ. അതവരെ തിരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ടീച്ചർ, ഇവിടെ ഒരു യാതൊരുവിധ നോട്ടീസോ ഒന്നും തന്നെ നൽകാതെ ഈ നിയമം കയ്യിലെടുത്തുകൊണ്ടാണ് പോലീസ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ച് കയറിയത്. ഹിന്ദു ഐക്യവേദി ഇതിനെ എങ്ങനെയാണെന്നോ? ഇവിടെ ഇതൊരു ക്ഷേത്രമാണ്.
ഇത് രഹസ്യങ്ങളൊന്നും നടക്കുന്നൊരു സ്ഥലമല്ല. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള വളരെ പ്രസിദ്ധമായൊരു പക്ഷേ തിരുവനന്തപുരത്തെ തന്നെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എടപ്പഴഞ്ഞി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു ക്ഷേത്രത്തിലേക്ക് കടന്നു കയറുന്നതിന് മുമ്പ് പോലീസ് ഒരുപാട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ടായിരുന്നു. ഇത് മറ്റൊരു ആരാധനാലയമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഓടിക്കയറുമായിരുന്നു. ഇത്തരത്തിൽ അവിടെ പലപ്പോഴും പോലീസ് ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് കുമ്മിയടിക്കണതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അകത്തേക്ക് കയറാൻ മടിച്ച് പുറത്തു നിന്ന് കുമ്മിയടിക്കണതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഇരച്ച് കയറുമ്പോൾ ക്ഷേത്രങ്ങൾ തങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? ഇവിടുത്തെ ഭരണാധികാരികൾ വഴി ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരുമായി ബന്ധപ്പെടാമായിരുന്നു. ഇനി അവർക്ക് എന്താണ് പറയാനുള്ളത് എങ്കിൽ മലമുകൾ പ്രശ്നത്തിലെ ഏതെങ്കിലും തരത്തിൽ അവർ പ്രതികൾ ഇവിടെ ഉണ്ട് എന്നാണ് ചിന്തിക്കുന്നത്. ഇന്ന ആളുകൾ ഇവിടെ ഉണ്ട്, ഇവരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ വിട്ടുതരണം എന്നൊരു സംസാരം ഇവിടുത്തെ ക്ഷേത്ര ഭരണാധികാരികളോട് ഉണ്ടായിരുന്നു എങ്കിൽ ഇത്രയും നാശം ഇതിന് പറ്റുമായിരുന്നു. എങ്കിൽ ഇത്രയും വലിയൊരു അപകടം അവർക്ക് ചവിട്ടിക്കൂട്ടി നടത്തേണ്ടി വരുമായിരുന്നു. അത്തരത്തിൽ അവർ എന്തുകൊണ്ട് ബന്ധപ്പെട്ടില്ല? എന്തിനായിരുന്നു ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടായത്? ഈ 3-4 ആളെ വിളിച്ചാൽ വരുന്നൊരു 3-4 ആളെ പിടിക്കാൻ എന്തിനാണ് വലിയ പോലീസ് സംവിധാനം വന്ന് മതിൽ ചാടിക്കിടന്ന് ഗേറ്റ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് എന്തിനാണ് ഇങ്ങനൊരു? അപ്പോൾ അത് ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. കാരണം പുറമേ നിൽക്കുന്നവന് ഇവിടെ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുത്തുക. കാരണം അത് തന്നെയാണല്ലോ ഇപ്പോൾ സഖാക്കൾ എല്ലായിടത്തും ബോർഡ് വെക്കണത്. അപ്പോൾ ആ സഖാക്കളുടെ തിരക്കഥയ്ക്കനുസരിച്ച് രംഗത്താടി ഫലിപ്പിച്ചു പോലീസ് എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയം പറയാം. പ്രവർത്തകൻ ഇവിടെ എന്തിനാണ് എത്തിയത്? ദർശനത്തിനാണ്? അല്ല, ദർശനത്തിനല്ല. അത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മതപാഠശാലയാണ്. അപ്പോൾ ആ മതപാഠശാലയുടെ അതിൻ്റെ ആളുകൾ കൂടിയിരുന്ന് കൂടിയാലോചിക്കും. മതപാഠശാല നടക്കുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ആഴ്ചത്തെ എങ്ങനെ വേണം അല്ലെങ്കിൽ എന്ത് വേണം തുടങ്ങിയ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ അതിൻ്റെ ഇരുന്ന് ബൈറ്റക്ക് എന്ന് പറയും. അതിൻ്റെ പ്രവർത്തകർ ഇരുന്നു കൊണ്ട് അവരത്തരം ബൈറ്റക്ക് നടത്തും. ഇത് എങ്ങനെ നടത്തണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് അത്തരമൊരു ബൈറ്റക്കായിരുന്നു അവിടെ നടന്നിരുന്നത്. എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മതപാഠശാലയാണെങ്കിൽ ഈ തരത്തിൽ ഇത് നിൽക്കില്ല. കാരണം അത് കുറച്ച് പേര് മാത്രം, നടത്തിപ്പുകാർ മാത്രം, മതപാഠശാലയുടെ ചുമതലയുള്ളവർ മാത്രം ഒരുമിച്ചിരുന്ന് മതചാടയെ ചിന്തിക്കുന്ന ഒരു ബൈറ്റക്കാണ് അവിടെ നടന്നിരുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് അന്വേഷിച്ച് എന്താണ് അവിടെ നടക്കുന്നത് ചോദിച്ചു. ഇവരാരും ഓടിപ്പോവില്ലല്ലോ. ഇതൊരു ക്ഷേത്രമല്ലേ, ഇവരെങ്ങോട്ട് ഓടിപ്പോകണം? ആരും ഓടിപ്പോയില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളെ കണ്ടുകൊണ്ട് ഇതിങ്ങനെ ഞങ്ങൾക്കൊരു ഇതുണ്ട്, എന്താണ് അതിനകത്ത് നടക്കുന്നത്, ഞങ്ങൾക്ക് ഇന്ന ആളുകളെ വേണം. അത് ചെയ്യാത്തടത്തോളം കാലം ഇത് ഒരു കൃത്യമായൊരു അജണ്ടയ്ക്കനുസരിച്ച് ക്ഷേത്രം നശിപ്പിക്കുക, ക്ഷേത്ര സംരക്ഷണ സമിതിയെ അപകീർത്തിപ്പെടുത്തുക, ഹൈന്ദവ പ്രവർത്തനം തടസ്സപ്പെടുത്തുക, ഇങ്ങനെയുള്ള പല ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നത്. എന്തായാലും നന്ദഗോവിന്ദം ഭജൻസ് കോട്ടയം വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലൊരു ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചത്. ഇതിന് പിന്നാലെയാണ് ശശികലയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്ത് വരുന്നത്. അത് ഇങ്ങനെയാണ്: ഇതുവരെ അവരെ ആരും അഭിനന്ദിച്ചിരുന്നില്ലേ? 10,000 മണിക്കൂറുകൾ അവരെ കാത്തിരുന്നത് നിന്ദിക്കാനായിരുന്നു. ചെറിയ പ്രവാഹം അരുവിയാണ്, തോടാണ്, പുഴയാണ്. അവയൊക്കെ ഭൂമിയോടും ജീവജാലങ്ങളുടെയും ദാഹം മാറ്റാനും മനസ്സും ശരീരവും കുളിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ പ്രവാഹത്തിന് ശക്തി കൂടിയാൽ അത് പലതിനെയും ഒഴുക്കിക്കളയും. ചൂരൽമലയിലൊക്കെ പ്രവാഹം ശക്തി കൂടിയതിൻ്റെ അനുഭവം എന്താണ് എന്ന് നമുക്ക് അറിയാമല്ലോ. ഇരിക്കുന്ന കൊമ്പ് എത്ര ബലമുള്ളത് ആണ് എങ്കിലും സ്വയം മുറിച്ചാൽ അത് മുറിയാതിരിക്കില്ല. എനിഹൗ, ആശംസകൾ. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷേ പായസത്തിലിടരുത്. ഒരു വീട്ടമ്മയുടെ ഉപദേശം എന്നാണ് ശശികല ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്തായാലും ഒരു നന്ദഗോവിന്ദം ഭജൻസിന് ഒരു ഉപദേശം എന്നോണമാണ് ഇത്തരത്തിലൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ എഴുതിയത് എന്നാണ് ശശികല നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.